നമസ്കാരം. ഉത്സവത്തിൽ ആന എഴുന്നള്ളിപ്പിൽ ആന ഇടയുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കണ്ണൂരിലാണ് ഏറ്റവും ഒടുക്കം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിൽ എഴുന്നള്ളിപ്പ് ഉത്സവത്തിനിടെ വീണ്ടും ആന ഇടഞ്ഞത് മണിക്കൂറുകളോളം പരിഭ്രാന്തി വരുത്തി. ആനപ്പുറത്ത് തിരമ്പേറ്റിയ ആളെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന എഴുന്നള്ളിപ്പിനിടെയാണ് ഇടഞ്ഞ കൊമ്പനാന മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയത്. ഏതായാലും സ്വന്തം ജീവൻ പണയം വെച്ച് തിടമ്പ് കൈവിടാതെ ആത്മധൈര്യത്തോടെ ആനപ്പുറത്തിരുന്ന എടക്കാട് കേശവൻ നമ്പൂതിരി തലനാരിഴയ്ക്കാണ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കുന്ന കേശവൻ നമ്പൂതിരിയുടെ വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാത്രി 9:45 ഇടയിലാണ് ഉത്സവത്തിനിടെ ആന ഇടിഞ്ഞത്. ലേസർ ലൈറ്റ് ആനയുടെ മുഖത്ത് ആരോ അടിച്ചതാണ് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന വിഭ്രാന്തി കാണിക്കാൻ കാരണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഏറെ നേരത്തെ പരിശ്രമം കൊണ്ടാണ് ആനയെ പാപ്പാന്മാർക്ക് തളയ്ക്കാനായത്. ഈ സമയം അത്രയും തിടമ്പ് കൈവിടാതെ കേശവൻ നമ്പൂതിരി മനസാന്നിധ്യം കൈവിടാതെ ആനപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ആനയെ തളച്ചതിന് ശേഷമാണ് അദ്ദേഹം തിടമ്പുമായി സുരക്ഷിതമായി താഴെ ഇറങ്ങിയത്. കേശവൻ നമ്പൂതിരി പുലർത്തിയ അസാമാന്യ മനോധൈര്യത്തെ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അന്നപൂർണേശ്വരി സേവാ സമിതി ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിക്കാനും മറന്നില്ല. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്ക് ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി നടത്തിയ തിടമ്പ് എഴുന്നള്ളത്തിനിടെയാണ് തിടമ്പേറ്റിയ ആന ഇടഞ്ഞത്. ക്ഷേത്ര നടയ്ക്ക് സമീപവും വട്ടപ്പന്തലിലും ഈ സമയം 100 കണക്കിന് ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും ധാരാളമായി ഉണ്ടായിരുന്നു. ആനയുടെ പരാക്രമം തുടങ്ങിയപ്പോൾ ഉത്സവത്തിനെത്തിയവർ ചിതറി ഓടുകയായിരുന്നു. ആനയെ എഴുന്നള്ളിക്കുമ്പോൾ കയർ കെട്ടിയാണ് വഴിയൊരുക്കിയത്. തിടമ്പ് പിടിച്ച് ആനപ്പുറത്തിരുന്ന എടക്കാട് കേശവൻ നമ്പൂതിരിയെ തലകുലുക്കിയൊക്കെ ആന താഴെ ഇടാൻ ശ്രമിച്ചെങ്കിലും മനോധൈര്യത്തോടെ അദ്ദേഹം ആനപ്പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. കൊമ്പൻ വിരളി പൂണ്ടിട്ടും അദ്ദേഹം മനോധൈര്യം കൈവിട്ടില്ല. തുമ്പിക്കൈ വീശി പരാക്രമം കാട്ടി ആനയുടെ ആക്രമണത്തിൽ നിന്നും അടുത്തുണ്ടായിരുന്ന ഭക്തജനങ്ങളൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ചിതറി ഓടുന്നതിനിടയിൽ പലർക്കും നിലത്ത് വീണ് പരിക്കേറ്റു. അവയൊക്കെ തന്നെ സാരമായ പരിക്കുകളാണ്. വട്ടപ്പന്തലിലെ നിരവധി തൂണുകളും ആന പിഴുതെടുത്തു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇടഞ്ഞ കൊമ്പനാനയെ പാപ്പാന്മാർക്ക് തളയ്ക്കാനായത്. നേരത്തെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് ആഘോഷ കമ്മിറ്റി, കാഴ്ച കമ്മിറ്റി, വെടിക്കെട്ട് നടത്തിയവർ എന്നിവർക്കെതിരെ കണ്ണപുരം പോലീസ് കേസെടുത്തിരുന്നു. മുൻകാലങ്ങളിലും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനകൾ ഇടഞ്ഞതായി പ്രദേശവാസികൾ പറഞ്ഞിട്ടുണ്ട്. വൻ ദുരന്തമാണ് മതമിളകി ആനയെ തളച്ചതിലൂടെ തലനാരിഴയ്ക്ക് ഒഴിവായത്. ധാരാളം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഭക്തജനങ്ങൾ ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നു. ഈ സമയത്താണ് ആന വിഭ്രാന്തി കാണിച്ചത്. ആനയുടെ കണ്ണിലേക്ക് ആരോ ലേസർ ലൈറ്റ് തെളിച്ചതാണ് വിഭ്രാന്തിക്ക് കാരണമെന്നാണ് ഉത്സവ കമ്മിറ്റി അറിയിക്കുന്നത്. ഇതിൽ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എഴുന്നള്ളിപ്പ് നടത്തുന്നതിനിടെ ആന ഇടഞ്ഞത് വലിയ പരിഭ്രാന്തി പരത്തുകയും ആനപ്പുറത്ത് തിടമ്പേറ്റിയാളെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ കഴിഞ്ഞുമാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവത്തിന്റെ സമാപനം നടക്കുന്ന എഴുന്നള്ളിപ്പിനിടെയാണ് കൊമ്പനാന ഇടഞ്ഞ് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയത്. സ്വന്തം ജീവൻ പണയം വെച്ച് തിടമ്പ് കൈവിടാതെ ആത്മധൈര്യത്തോടെ ആനപ്പുറത്ത് ഇരുന്ന കേശവൻ നമ്പൂതിരിയാണിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ താരം.